വക്രദൃഷ്ടി തുടരുന്നു. അരവിന്ദ് കെജ്രിവാളിൽ ഒരു അരിവാൾ ഉള്ളതിനാലാവാം ഇടതുപക്ഷത്തിന് ആം ആദ്മി പാർട്ടിയോട് സ്നേഹം. ഡൽഹിയിലുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എത്തി. BJPയെ നേരിടാൻ കോൺഗ്രസ് ഇതര പാർട്ടികളുമായി സഖ്യസാധ്യതകൾ CPM ആരായുന്നതിനിടെയാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. കോൺഗ്രസ് ഈ മഹാസഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നതിനോട് CPI അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും CPM മനസ്സ് തുറന്നിട്ടില്ല. ബംഗാളിൽ തന്നെ കോൺഗ്രസ് ബന്ധം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ്. ആം ആദ്മി പാർട്ടിയും ഇക്കാര്യത്തിൽ ഏതാണ്ട് സമാന മനസ്കരായതിനാൽ ഇരു മുഖ്യമന്ത്രിമാരുടെയും കൂടിക്കാഴ്ച ഒരേ തൂവൽ പക്ഷികളുടെ ഒത്തുചേരലായി. അടിത്തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിന്റെ ചാമം തീർന്നടി തീയമ്മേ തമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിന്റെ ചാമം തീർന്നടി തീയമ്മേ कोल्लाम कोल्लाम सिंहमड़ेलुम वழிపోకనో. मुझे लगता है कि देश के अंदर इस टाइम जिस किस्म की गलत ताकतें आवाज़ उठा रही हैं देश के अंदर चारों तरफ, कोई भी अगर डिसेंट करता है सरकार के ख़िलाफ़ और उनको तरह तरह से कुचल दिया जाता है, चाहे वो सोशल मीडिया हो और चाहे फिजिकल वायलेंस हो देश भर में. പിണറായി സഖാവ് ഇങ്ങനെ അരിവാൾ നോക്കി പോയതാ. മേമേക്ക് ദരിദ്രവാസ്യം ആത്മീ ഹൂം കൃപയാ കരേ ദർവാസ മേം കിനാരേ ഹേ. വീണ്ടും മലയാളിയോ? ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ അരിവാളില്ല. ആകപ്പാടെ ഉള്ളത് കേരളത്തിൽ മാത്രമാണ്, പിണറായിയുടെ കയ്യിൽ. പിന്നെ ഡൽഹി ചെന്ന പുള്ളിക്കൊരു അബദ്ധം പറ്റി. KG അരിവാൾ എന്ന് കണ്ടു, ചാടി വീണ്. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണല്ലോ. അപ്പോൾ RSSൻ്റെ നേതൃത്വത്തിൽ ഉയരുന്ന അത്യന്തം ഭീഷണമായ ഒരു അന്തരീക്ഷമുണ്ട്. ആ കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം പങ്കിട്ടിട്ടുണ്ട്. KG അരിവാൾ, ഇത് കേജ്രിവാളാ. പുള്ളിക്കത് മനസ്സിലായില്ല. പുള്ളി KG അരിവാൾ എന്നും പറഞ്ഞ് അങ്ങേറെ വീട്ടിൽ പോയിരിക്കുക. പിണറായിയുടെ കാര്യം എന്ത് പറയാം. BJPയുടെ ആപത്തിനെ നേരിടുന്നതിന് കോൺഗ്രസിനെ ആശ്രയിച്ചതുകൊണ്ട് കാര്യമില്ല. എന്നെ ഒഴിവാക്കിയിട്ടുള്ള ഇവന്മാരുടെ പരിപാടി എന്താണെന്ന് അറിയണം. വൈദ്യരെ സ്വയം ചികിത്സിക്കുമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. സ്വന്തം കണ്ണിലെ കല്ല് കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. 100ലേറെ സീറ്റ് മത്സരിച്ചിട്ട് എല്ലാ സീറ്റിലും കെട്ടിവെച്ച കാശ് പോയി. നോർത്തേക്കാൾ ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയൊരു പാർട്ടി ഇന്നും BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും BJPയോട് ഏറ്റുമുട്ടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് നിങ്ങൾക്കതിനുള്ള കഴിവില്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി CPI നൽകിയിട്ടുണ്ട്. മതനിരപേക്ഷ ശക്തികൾ നല്ല കരുത്തോടെ ഈ ആപത്തിനെ നേരിടുക എന്നതാണ് പ്രധാനം. അക്കാര്യത്തിൽ CPIM എപ്പോഴും താല്പര്യം തന്നെയാണ്. ഇല്ല, ഞാൻ അനുവദിക്കില്ല. ഈ മുകുന്ദനൊന്നും അനുവദിക്കില്ല. ഡൽഹിയിലെ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റാണ് എന്ന് കണ്ടുകൊണ്ടുള്ള സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു പോകേണ്ടതാണ്. ഡൽഹിയെ പോലൊരു സംസ്ഥാനത്തെ വല്ലാതെ അധികാരമില്ലാത്ത ഒന്നാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇതോ അംഗം ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം വന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്നറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾ? മുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങിപ്പോ. കെജ്രിവാളിൻ്റെ പാർട്ടിയുടെ കേരളത്തിലെ ഇപ്പോഴത്തെ നേതാവ് കടുത്ത പിണറായി വിരുദ്ധനാണെന്ന കാര്യവും PC ജോർജ് ഓർമ്മപ്പെടുത്തുന്നു. KG അരിവാളിൻ്റെ കേരളത്തിലെ ആളാരാന്നറിയാമോ? അറിയാമോ നിങ്ങൾക്ക്? CR നീലകണ്ഠൻ. ആ CR നീലകണ്ഠനെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടടിക്കുന്നവരടിക്കുകയായിരുന്നു പിണറായിയും നമ്മുടെ ഇളമനഗിരിയും കൂടെ. ഞാൻ അങ്ങനെ കേരളത്തിൽ കൊണ്ട് സ്ഥാപിച്ചത്. അങ്ങേരാണ് ലവ്ലിംഗ് കേസ് നടത്തുന്ന ഒരാൾ. ഞാനും അങ്ങേരും കൂടെ ആയിരുന്നു. ഞാൻ നിർത്തി. എന്തിന് പോട്ടെ. ഇപ്പോഴും അങ്ങനെ കേസും കൊണ്ട് നടക്കുന്നത്. ആ സംസ്ഥാനത്ത് പിണറായിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതാവാണ് KG അരിവാൾ. അപ്പോൾ അവിടെ പോയിരിക്കുക. എന്ത് ചെയ്യും? PC ജോർജിൻ്റെ കൂടുതൽ വർത്തമാനം ഒരു ഇടവേളയ്ക്ക് ശേഷം.
ഈ അണ്ണൻ ആനയുടെ മസ്തകത്തെ കയറി ഇരുന്നിട്ട് വാലുകൊണ്ട് ചെവിയിലിട്ട് ഇങ്ങനെ ചെവിയിലേക്ക് കൊണ്ടു. ആനയെ അറിയുന്നില്ല. ഒരു ചാക്ക് റേഷൻ പഞ്ചസാര പലചരക്ക് കടക്കാരൻ ദിവാകരനും മറച്ചു വിട്ട കാര്യം ഞാൻ ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? പറയൂല. അതാണ് സുന്ദരേശ്.